പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അനന്തകാരുണ്യത്തിന് ഉറവിടമായ കർത്താവെ, ഈ പ്രഭാതത്തിൽ ഞങ്ങൾ അങ്ങേ ആരാധിച്ച് സൂചിച്ച് മാത്രപ്പെടുത്തി അങ്ങേക്ക് നന്ദി പറയും. നിൻ്റെ കാരുണ്യവും നിൻ്റെ സ്നേഹവും അനുഭവിച്ചറിയുവാൻ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകിയ കൃപയെ ഓർത്തുകൊണ്ട് നന്ദി പറയും. പത്രോസിനെയും കൂട്ടരെയും താക്കീത് ചെയ്ത് അവൻ്റെ നാമത്തിൽ ഇനി പ്രഘോഷിക്കരുതെന്ന് പറഞ്ഞയക്കുമ്പോൾ ദൈവകൃപ നഷ്ടപ്പെടുത്തിക്കൊണ്ട് ജീവിച്ച ഓരോരുത്തരെയും ഇന്ന് കർത്താവെ ഞങ്ങൾ ഓർക്കും. നിൻ്റെ കാരുണ്യം, നിൻ്റെ സ്നേഹവും നിൻ്റെ ചൈനും ഈ പ്രഭാതത്തിൽ അനുഭവിച്ചറിയുവാൻ ഞങ്ങളെ വിളിച്ചതിന് ഓർത്ത് നന്ദി പറഞ്ഞ് ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. കാരുണ്യവാനായ കർത്താവെ, ഇന്നത്തെ തിരുവചനത്തിലൂടെ കർത്താവ് വീണ്ടും വീണ്ടും പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് താൻ ഉത്ഥാനം ചെയ്ത് മഗ്ദലേന മറിയക്കും ശിഷ്യന്മാർക്കും തിബേരിയസിൽ നിരാശരായിരുന്ന പത്രോസിനും കൂട്ടർക്കും ഒക്കെ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് താൻ സത്യമായി ഉയർത്തെഴുന്നേറ്റുവെന്ന് ബോധ്യപ്പെടുത്തി അവർക്ക് വലിയൊരു ദൗത്യം നൽകി അനുഗ്രഹിക്കുന്നു. ലോക അതിർത്തി വരെ, ലോക അവസാനം വരെ അവിടുത്തെ പ്രഘോഷിക്കുവാനുള്ള വലിയ ദൗത്യം. ആ വലിയ ദൗത്യം സ്വീകരിച്ചുകൊണ്ട് പ്രഘോഷണത്തിനായി ഇറങ്ങിപ്പുറപ്പെട്ട ശിഷ്യന്മാരുടെ സാക്ഷ്യ ജീവിതമാണ് പിന്നീട് നമുക്ക് അപ്പോസ്തലന്മാരുടെ നടപടി പുസ്തകത്തിൽ കാണുവാൻ കഴിയും. കർത്താവായ യേശു സത്യമായി ഉയർത്തെഴുന്നേറ്റുവെന്നും അവനിലല്ലാതെ മറ്റാരും രക്ഷയില്ലെന്നും അവൻ്റെ ഉത്ഥാനത്തിന് ഞങ്ങൾ സാക്ഷികളാണെന്നും സധൈര്യം ഏറ്റുക. ആകാശത്തിന് കീഴിൽ മനുഷ്യരക്ഷയ്ക്കായി നൽകിയിരിക്കുന്ന യേശു നാമമാണ് ഏകരക്ഷാനാമമെന്നും അവനാണ് ഏകമധ്യസ്ഥനെന്നും ഏറ്റുപറഞ്ഞവർ വചനം പ്രഘോഷിച്ചു. കാരുണ്യവാനായ കർത്താവേ, നിൻ്റെ സന്നിധിയിലായിരിക്കുമ്പോൾ നിൻ്റെ കൃപയും അനുഗ്രഹവും ഞങ്ങൾക്ക് ഓരോരുത്തരും ലഭിച്ച് ഞങ്ങൾ അങ്ങേ മഹത്വപ്പെടുത്തുവാൻ തക്കവിധം കൃപ നൽകി അനുഗ്രഹിക്കണം. ഈ ദിവസത്തിൽ ഞങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാ കൃപകളും നൽകി അങ്ങയെ സാക്ഷ്യപ്പെടുത്തുവാൻ, അങ്ങ് ഏകരക്ഷകനാണെന്ന് ഏറ്റുപറഞ്ഞുകൊണ്ട് ജീവിക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെ അനുഗ്രഹിക്കണം. അങ്ങേ അറിഞ്ഞിട്ടില്ലാത്തവർക്ക് പാർന്നു കൊടുക്കുവാൻ കൃപ നൽകി അനുഗ്രഹിക്കണം. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി, ഈശോയെ ആരാധന.